സ്വന്തം ശാന്താനാരായണൻ. ഇന്ന് വെണ്ടയ്ക്ക സാമ്പാറും ഇഡ്ഡലിയാണ് കേട്ടോ. ഞാൻ ഇതെല്ലാം വെച്ച് കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. ഇതാ ഞാൻ വെണ്ടയ്ക്ക മുറിക്കാൻ പോകുന്നു. എനിക്ക് മുട്ടിയൊന്നും വേണ്ട കേട്ടോ, പലകി അതൊന്നും വേണ്ട. അങ്ങനെ കൈ കൊണ്ട് സ്പീഡിൽ മുറിക്കും. കേടൊന്നും ഉണ്ടാവില്ല കേട്ടോ, എല്ലാം മുറിക്കുമ്പോൾ കാണാം കേട്ടോ. സാമ്പാറിന് വെണ്ടയ്ക്ക ഒന്ന് വഴറ്റാൻ വേണ്ടിയിട്ട് കത്തിക്കുക കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഈ വെണ്ടയ്ക്കയിൽ ഒരു സബോള മുറിച്ചിടണം കേട്ടോ. അപ്പം ഇന്നലെ തൊലിച്ചതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നാണ്, തൊലി കളഞ്ഞതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നാണ് സബോള. ഈ സബോളൻ്റെ ഇത് കളയണം കേട്ടോ, അല്ലെങ്കിൽ കൂട്ടാനാണെങ്കിലും ചമ്മന്തി ആണെങ്കിലും കശക്കും കേട്ടോ. ഇനിയത് പരിപ്പ് എടുക്കാൻ പോകട്ടോ. സാമ്പാറിന് പരിപ്പ് ഒഴിക്കില്ല, അത് വാടുമ്പോൾ പരിപ്പ് ഇവിടെ ഉള്ളത് കഴിഞ്ഞേ. അപ്പം ഞാനവിടെ സ്റ്റോർ റൂമിൽ എടുക്കാൻ പോയതാണ്. നമ്മൾ ആൾ കൂടുതലുണ്ട്, അതൊന്നും കൂടി പരിപ്പിന് പോകാൻ വേണം കേട്ടോ. ഇത് കിണറ്റിന്ന് നേരിട്ട് അടിക്കണ വെള്ളമാണേ, അപ്പോൾ അത് ആവശ്യത്തിന് പിടിക്കുള്ളൂ. അത് മലമ്പുഴ വെള്ളമാണ്, കഴുകാനും പിടിക്കാനും പിടിക്കുള്ളൂ. ഇനി 2 തക്കാളി ഇട്ട് സാമ്പാറിന് ഈ തക്കാളിൻ്റെ ഇത് നെറ്റിയുടെ ഭാഗം ഉണ്ടല്ലോ, അതെല്ലാം കളയണം. അതാണ് ഞങ്ങൾക്ക് മൂത്രത്തിൽ കല്ലൊക്കെ വരിക എന്നൊക്കെ പറയുക, അത് കളയണം. എൻ്റെ സാമ്പാർ അടിപൊളിയാട്ടോ. സാമ്പാർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആരും ചേർക്കാത്ത സാധനങ്ങളൊക്കെ ഞാൻ ചേർക്കണം, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ.
ഞാൻ നാളികേരം എടുക്കട്ടെ, പൊട്ടിക്കട്ടെ. കരഞ്ഞു പോയതാട്ടോ. നല്ലോണം വാടണതിന് വഴുവഴുപ്പുണ്ടാവും കേട്ടോ വെണ്ടയ്ക്ക. പരിപ്പ് വെന്തു കേട്ടോ. ഒരു ഒറ്റ വിസിൽ മതി. ഒറ്റ വിസിൽ കഴിഞ്ഞ് 15 മിനിറ്റ് കഴിഞ്ഞാൽ ആവും കേട്ടോ. ഇനി ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കട്ടെ. നാളികേരം വറുക്കാൻ പോകണേ. ഇത് വെണ്ടയ്ക്ക വറുത്തതിൻ്റെ പാത്രം കേട്ടോ. പിന്നെ അതിൽ എണ്ണ ഒഴിക്കല്ലേ, അപ്പം ഞാൻ കഴിഞ്ഞില്ല കേട്ടോ. ഇത് ഉലുവയാണ്, ലേസം ഉലുവ. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞില്ലേ സാമ്പാർ നന്നായി ഇരിക്കുന്നു ഞാൻ പറഞ്ഞില്ലേ, കാണിച്ചു തരാം കേട്ടോ. ഈ ഉഴുന്നപ്പരിപ്പ് ഒരു സ്പൂൺ ഇടണം കേട്ടോ. നല്ല ടേസ്റ്റ് കേട്ടോ. ഒരു സ്പൂണേ ഉള്ളൂ, ലേസം ഒരു സ്പൂൺ. ഒരു സ്പൂണ് കടലപ്പരിപ്പ്, അല്ല സാമ്പാർ പരിപ്പ്. ഒരു സ്പൂണ് ഉഴുന്നപ്പരിപ്പ്, ഒരു സ്പൂണ് സാമ്പാർ പരിപ്പ്, ലേസം ഉലുവ. നന്നായി ഒന്ന് ചോക്കണം കേട്ടോ. എന്നിട്ട് അതിന് നാളികേരം ഇടുക. ഏത് സാമ്പാർ വയ്ക്കുമ്പോഴും നിങ്ങളത് വെച്ചോളൂ, അടിപൊളിയായിരിക്കും. എവിടെ നിന്ന് നിങ്ങൾ ഇങ്ങനെ വെക്കാൻ ഉണ്ടായി എന്ന് പറയൂ കേട്ടോ. നന്നായിട്ടുണ്ട് കേട്ടോ, പറയൂ കേട്ടോ. വെക്കും കേട്ടോ. ഇന്നലത്തെ ദോശ ചൂടാന്ന് വെച്ച് വെച്ചതാണ്. കരിവേപ്പില ഇട്ട് കേട്ടോ. കരിവേപ്പിലൊക്കെ വാടി കുഴപ്പമില്ല. കഴുകിയിട്ട് എടുത്ത് വെച്ചതാട്ടോ. കഴുകി ഉണക്കി ഡപ്പിയിലാക്കി വെച്ചതാട്ടോ. പിന്നെ കടയിൽ നിന്നും ഇല്ല കേട്ടോ, ഞങ്ങളുടെ വീട്ടിൽ കേട്ടോ. കരിവേപ്പില ഞങ്ങളുടെ വീട്ടിൽ കേട്ടോ, കടയിൽ നിന്നൊന്നും അല്ല കേട്ടോ. നാളികേരം നന്നായി ചോക്കണേ. നാളികേരം ചുവന്ന് വരുന്നു കേട്ടോ. ഇത് കുറച്ച് സാമ്പാർ പൊടി എൻ്റെ ഒരു നിദാനത്തിൽ ഇടുക കേട്ടോ, അല്ലാണ്ട് അളവൊന്നും അല്ല കേട്ടോ. കുറച്ച് സാമ്പാർ പൊടി, കുറച്ച് മല്ലിപ്പൊടി എൻ്റെ ഒരു നിദാനത്തിൽ ഇടുക കേട്ടോ. മഞ്ഞൾപ്പൊടി കറിയിലൊക്കെ നന്നായി ഇട്ടോളൂ കേട്ടോ. എന്താ അറിയോ, നമ്മുടെ കുടലിൽ ക്യാൻസറൊക്കെ വരികയാണെങ്കിൽ അതൊക്കെ തള്ളിപ്പോകും കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടിയൊക്കെ നന്നായി എല്ലാ കറിയിലും ഇട്ട് കഴിക്കണേ. ക്യാൻസറിനൊക്കെ നല്ലതാണ്. പിന്നെ അതുമാത്രമല്ല, ജലദോഷമൊക്കെ വരുമ്പോഴേ, ജലദോഷവും പനിയൊക്കെ വരുമ്പോൾ ചൂടുവെള്ളത്തിലേ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുടിക്കുന്നത് നല്ലതാട്ടോ. ഒരു സ്പൂണ്, ഒരു ചെറിയൊരു 5-6 ഗ്ലാസ് വെള്ളത്തിനങ്ങോട്ട് ഇട്ട് പറഞ്ഞാൽ പാകം വരുമ്പോൾ അത് കുടിച്ചാൽ മതി. നമ്മുടെ കുടലിനും ജലദോഷത്തിനും മാറാത്ത തലവേദനയും പനിയൊക്കെ ഉണ്ടെങ്കിൽ മാറും കേട്ടോ. ഡോക്ടർമാരും കൂടി അതാ കുടിക്കുന്നത്. പക്ഷേ അവർ പറയില്ലേ നമ്മളോട്. എന്താ ഇത് നാളികേരം ആയിട്ടോ, വറുത്തതായിട്ടോ. ഞാൻ ഓഫാക്കണേ. ഇഡലി ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ചൂടാറി
കായപ്പൊടി ഇടാൻ മറന്നിട്ടോ. ഇത് നുള്ളു കായപ്പൊടി ഉണ്ട്. കായപ്പൊടി ഇടേണ്ട ആവശ്യമില്ല, എന്നാലും ഇട്ടു. ഒന്ന് ചൂടറിയ അരച്ച് എന്താ പരിപ്പ് വേവിച്ചെടുത്തിട്ടോ. പരിപ്പും തക്കാളിയും വേവിച്ചെടുത്തിട്ടോ. കൂടുതൽ വെന്തോടയാൻ പാടില്ല. അതിൽ ഈ വെണ്ടയ്ക്ക ഇട്ടിട്ടോ. വെണ്ടയ്ക്ക ഇട്ട് പിന്നെ ഇത് പുളിയാണ്. പുളി വെള്ളത്തിലിട്ട് വെച്ചാണ്. ഇവിടെ എല്ലാവർക്കും പുളി കൂടുതൽ ഇഷ്ടമല്ല കേട്ടോ. ഒരു നൈസ് പുളി. പുളിയാണേ. ഇനി പോരങ്ങ് കുറച്ചും കൂടി ഒഴിക്കും. കുറച്ച് കഴിഞ്ഞിട്ട് പോരാണ്ടായ കുറച്ചും കൂടി ഒഴിക്കണം. ഒഴിക്കട്ടെ. നാളികേരം അരയ്ക്കാൻ പോവാണേ. വറുത്ത നാളികേരം അരയ്ക്കാൻ പോവാണ് കേട്ടോ. നാളികേരം അരയ്ക്കാൻ പോവാട്ടോ. സാമ്പാറിൻ്റെ അരവ് ഒഴിക്കുക കേട്ടോ. സാമ്പാറിൻ്റെ അരവ് ഒഴിക്കുക കേട്ടോ. സാമ്പാറെല്ലാം സെറ്റ് ചെയ്തു. ഒന്ന് തിളച്ചാൽ റെഡിയായി കേട്ടോ. അടിപൊളി സാമ്പാറാണ്. അത് തിളച്ച് വരുമ്പോഴേക്ക് കുറുകുവേ. അത് കാരണം കൊണ്ട് ഇത്തിരി വെള്ളം കൂട്ടി വെച്ചാട്ടോ. തിളച്ച് കഴിഞ്ഞാൽ നല്ല കട്ടിയാവും സാമ്പാർ. ഉപ്പൊക്കെ ഉണ്ടോ നോക്കട്ടെ കേട്ടോ. പിന്നെ ഒന്ന് തിളച്ച് താളിച്ചാലും അടിപൊളി. സാമ്പാർ താളിക്കട്ടെ കേട്ടോ. എണ്ണ ഒഴിച്ചു കേട്ടോ. കടുക് ഇട്ടു കേട്ടോ.
കടുക് പൊട്ടി ഇതാ വറ്റൽമുളക് ഇട്ട് കരിവേപ്പില ഇട്ടു. ഗ്യാസ് ഓഫാക്കി കേട്ടോ. ഗ്യാസ് ഓഫാക്കി കേട്ടോ. ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ തുണി വെക്കാറില്ല, നേരെ കിട്ടും കേട്ടോ. അത് ഈ ഉരുണ്ട ഫോണായിട്ടാണ്. എണ്ണ തേക്കാറില്ല, തുണി വെക്കാറില്ല. മല്ലിത്തലയൊക്കെ ഇടാം കേട്ടോ സാമ്പാറിൽ. അപ്പോൾ ഇന്ന് ഇഡ്ഡലിയും സാമ്പാറുമാണ്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ എന്നെ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യണേ, എന്നെ ഫോളോ ചെയ്യണേ. താങ്ക് യു, വളരെ നന്ദി.